ജൂൺ 4 വരെ കാത്തിരിക്കേണ്ട തിരഞ്ഞെടുപ്പ് ഫലം ഇതാ പുറത്തു വന്നിരിക്കുന്നു. പ്രവചന വിദഗ്ധൻ റാഷിദിന്റെ ഏറ്റവും പുതിയ പ്രവചനം എത്തി. UDF-നെത്ര LDF-നെത്ര വടകരയിലാര് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഫേസ്ബുക്കിൽ കുറിച്ചു റാഷിദ്. തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളിലെ കൃത്യതയിലൂടെ ശ്രദ്ധ നേടിയ യുവാവാണ് കോഴിക്കോട് സ്വദേശി CP റാഷിദ്. റാഷിദ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയം ഏതു രീതിയിലായിരിക്കുമെന്ന് പ്രവചിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. തിരഞ്ഞെടുപ്പിന് 10 ദിവസങ്ങൾക്ക് ശേഷമാണ് റാഷിദ് പ്രവചനവുമായി ഫേസ്ബുക്കിലെത്തിയത്. തിരഞ്ഞെടുപ്പിന് പിന്നാലെ വടകരയിലെ ഫലവും റാഷിദ് അന്ന് പ്രവചിച്ചിരുന്നു. UDF-ഉം LDF-ഉം ശക്തമായ പോരാട്ടമാണ് നടത്തിയതെങ്കിലും ലോക്സഭയിലെ പാറ്റേൺ അനുസരിച്ച് UDF-ന് തന്നെയാണ് വ്യക്തമായ മേൽക്കൈ എന്ന് റാഷിദ് പ്രവചിക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ വോട്ടിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും അത് UDF-നെ ബാധിക്കില്ലെന്നാണ് റാഷിദിന്റെ വിലയിരുത്തൽ. മാത്രമല്ല, ശതമാനം കുറഞ്ഞെങ്കിലും വോട്ട് ചെയ്തവരുടെ എണ്ണം കൂടിയതും റാഷിദ് പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രവചനമായി റാഷിദ് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: UDF 14 അല്ലെങ്കിൽ 17, LDF 3 അല്ലെങ്കിൽ 5, NDA 0 അല്ലെങ്കിൽ 1 സീറ്റ് എന്നിങ്ങനെയാണ് റാഷിദിന്റെ പ്രവചനം. ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുൻപിലുണ്ടായിരുന്ന പ്രധാന വെല്ലുവിളിയായ ഭരണവിരുദ്ധ വികാരം എന്ന പ്രധാന ഫാക്ടറിനെ ഒരു പരിധിവരെ പ്രചരണ ഘട്ടങ്ങളിൽ ചർച്ചയാവാതെ കൊണ്ടുപോകുന്നതിന് ഇടതുപക്ഷം വിജയിച്ചിരുന്നു. അപ്പോഴും മലയാളികളിൽ കൂടുതൽ ഭൂരിപക്ഷവും തിരഞ്ഞെടുപ്പിന് ഏറെ നാൾ മുൻപ് തന്നെ വോട്ട് ആർക്ക് എന്നതിൽ തീരുമാനം എടുക്കുന്നവരായതുകൊണ്ട് തന്നെ ഈ നാടിന്റെ ജനവിധിയിൽ വലിയ മാറ്റം നിലവിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. വടകരയിൽ ഷാഫി പറമ്പിൽ ശൈലജ ടീച്ചറെ 80,000 വോട്ടുകളിൽ അധികം നേടി തോൽപ്പിക്കുമെന്നാണ് റാഷിദ് നേരത്തെ പ്രവചിച്ചത്. വടകരയിൽ UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ശൈലിയും അവർ ഉപയോഗിച്ച വിഷയങ്ങളുമെല്ലാം ഷാഫിയെ തുണയ്ക്കുമെന്നാണ് റാഷിദ് കണക്കുകൂട്ടൽ. UDF വർഗീയ പ്രചരണം നടത്തിയെന്ന LDF ആരോപണം വൻ വിവാദമുണ്ടാക്കിയ മണ്ഡലമാണ് വടകര. LDF അഭിമാന പോരാട്ടമായി കണ്ട വടകരയിൽ ഷാഫിക്കാണ് വിജയമെന്ന് റാഷിദ് ഉറപ്പിച്ചു പറയുകയാണ്. ശൈലജ ടീച്ചർക്ക് പാർട്ടി വോട്ടിനപ്പുറം സമാഹരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നില്ലെന്നും ടീച്ചറമ്മ എന്ന വിളി പോലും പാർട്ടി സർക്കിളിൽ അപ്പുറം വലിയ രീതിയിൽ ഏശിയിട്ടില്ലെന്നും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മട്ടന്നൂരിലെ വലിയ വിജയത്തിന് ശേഷം ടീച്ചറുടെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നുവെന്നും റാഷിദ് പറയുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോസ്റ്റിന് താഴെ സമ്മിശ്ര അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട്. പ്രവചനം സത്യമാകുമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ ഇതിനെ തീർത്തും എതിർക്കുകയാണ് മറ്റൊരു വിഭാഗം. ആരധികാരത്തിൽ വന്നിട്ടും ഒരു കാര്യവുമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. എന്തായാലും ഭരണവിരുദ്ധ വികാരം പൊതുചർച്ചയിൽ കൂടിയല്ല, മറിച്ച് ജനങ്ങളുടെ ജീവിതാനുഭവത്തിൽ കൂടിയായതിനാൽ അത് വോട്ടായി പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ബാക്കിയൊക്കെ കാത്തിരുന്നു തന്നെ കാണാം.